ഒരു ഫ്രാക്ചറിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്താലാണ് ബോൺ ഹീലിംഗ് പെട്ടെന്ന് നടക്കുക എന്നുള്ളത് പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഒരുപാട് ദിവസം റെസ്റ്റ് എടുക്കുന്നത് നിങ്ങളുടെ റിക്കവറി ശരിക്കും സ്ലോ ഡൗൺ ആക്കും. ഹായ്, ഞാൻ ഡോക്ടർ വിഷ്ണു, ഓർത്തോപെഡിക് സർജൻ. അനുയോജ്യമായ മൂവ്മെന്റ്സിലൂടെ എങ്ങനെ പെട്ടെന്ന് റിക്കവർ ആവാം എന്ന് നോക്കാം. ഒരു ഫ്രാക്ചറിന് ശേഷം തുടക്കത്തിൽ റെസ്റ്റ് ആവശ്യമാണ്. എന്നാൽ തുടർച്ചയായി ആ ഭാഗത്ത് ഒരു അനക്കവുമില്ലാതെ വെക്കുകയാണെങ്കിൽ അവിടെ സ്റ്റിഫ് ആവുകയും അവിടുത്തെ മസിൽസിന്റെ ശക്തി കുറയുകയും ചെയ്യും. കൃത്യമായ മൂവ്മെന്റ്സിലൂടെ ആ ഭാഗത്ത് രക്തയോട്ടം കൂടുകയും ഹീലിംഗ് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. നിങ്ങളുടെ ഡോക്ടർ അല്ലെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റിന്റെ നേതൃത്വത്തിൽ കൺട്രോൾഡ് ആയി മൂവ്മെന്റ്സ് തുടങ്ങുന്നതിന്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. 1. ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടും. 2. അടുത്തുള്ള ജോയിന്റ്സ് സ്റ്റിഫ് ആവാതിരിക്കും. 3. മസിൽ സ്ട്രെങ്ത് കുറയാതെ നോക്കുന്നു. ഇനി എപ്പോഴാണ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓരോ ഫ്രാക്ചറും വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം മൂവ്മെന്റ്സ് തുടങ്ങുക. സാധാരണ രീതിയിൽ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ലൈറ്റ് മൂവ്മെന്റ്സ് തുടങ്ങാൻ പറ്റുന്നതാണ്. പൊതുവെ തുടക്കത്തിൽ ചെയ്യേണ്ട മൂവ്മെന്റ്സ് ആണ് ജെന്റിൽ സ്ട്രെച്ചിങ്, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ്, പിന്നെ ലൈറ്റ് സ്ട്രെങ്തനിങ് എക്സസൈസസ് എന്നൊക്കെ. അതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് എല്ലാ ഫ്രാക്ചേഴ്സിനും പരിഹാരമല്ല. ജെന്റിൽ കൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സിലൂടെയാണ് ഫാസ്റ്റർ റിക്കവറി ഉണ്ടാവുക.